ഉൽപ്പത്തി 1:3 ഏത് ശൂന്യതകളുടെ നടുവിൽ ഉളവാക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനം. യോഹന്നാൻ 6:63 ഉളവായതിൻ്റെ മേൽ ജീവൻ പകരുന്നത് ആ ദൈവത്തിൻ്റെ വചനം. മർക്കോസ് 4:39 ഏത് പ്രതികൂലത്തെയും അടക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനം. ഗലാത്യർ 3:2 പൗലോസ് ചലഞ്ച് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇതൊന്നും മാത്രം, ഗലാത്യർ 3:2 വായിച്ചു നോക്കണം. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? അപ്പൊ പൗലോസ് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ട് ഈ വചനം കേട്ടാൽ അവരുടെ മേലൊക്കെ ആത്മാവിനെ പകരാൻ കരുത്തുള്ളതായി ദൈവത്തിന്റെ വചനം. ടി വി കൂടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലിരുന്ന് കാത്തിരിപ്പ് യോഗത്തിലിരുന്ന ആളുകൾ അഭിഷേകം പ്രാപിച്ചതിൻ്റെ ഒത്തിരി നേർസാക്ഷ്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുക, ഈ വചനം ആത്മാവിനെ പകരുന്ന വചനമാ. ഇനി ഗലാത്യർ 3:5 പൗലോസ് ചോദിക്കുന്ന അടുത്ത ചോദ്യമാ. ഗലാത്യർ 3:5 എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ ചേർന്ന് പറ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും ഈ വചനം എന്തോ ചെയ്യുന്ന വചനമാ? വീര്യപ്രവർത്തി ചെയ്യുന്ന വചനമാ. നിങ്ങളുടെ വീര്യപ്രവർത്തി. അപ്പൊ ചിലരെങ്കിലും എന്നോട് ചോദിക്കും, പാസ്റ്ററെ എത്ര കൊല്ലമായി ഞങ്ങൾ ഈ ബൈബിളും കൈപ്പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു തലവേദന പോലും മാറിയിട്ടില്ലല്ലോ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, വചനത്തോട് പുലർത്തേണ്ട ഒരു മനോഭാവമുണ്ട്. ചുമ്മാതെ വചനം കൈപ്പിടിച്ചുകൊണ്ട് വീര്യപ്രവർത്തി നടക്കത്തില്ല. വചനത്തോട് നിങ്ങൾ കാണിക്കേണ്ട ഒരു പ്രതികരണമുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞ് അതിന് തയ്യാറായാൽ ഈ യോഗം തീരുന്നതിന് മുമ്പ് അസാധാരണമായ ചില പ്രവർത്തികൾ, വലിയ ആത്മനിയോഗം എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വചനത്തോട് പുലർത്തേണ്ട മനോഭാവം. എന്നെപ്പോലൊക്കെ യാത്ര ചെയ്ത് പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു പൗലോസ്. എന്നെപ്പോലല്ല, എന്നേക്കാൾ 1000 മടങ്ങപ്പുറത്ത്. അത് ഈ യാത്ര ചെയ്ത് പ്രസംഗിക്കുന്നവർക്കൊരു കാര്യം അറിയാം. ചിലയിടങ്ങളിൽ അവർക്ക് ചെന്ന് പ്രസംഗിക്കാൻ വീണ്ടും ഇഷ്ടമാണ്, ചിലയിടത്ത് ഇനി ഒരിക്കലും പോകരുതെന്ന് തോന്നും. പക്ഷെ പൗലോസ് പോയി പ്രസംഗിച്ചിടത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്തെക്കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. തെസ്സലോനിക്കയ്ക്ക് 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. തെസ്സലോനിക്കയുള്ളവർ ബെരോവയിലുള്ളവർ അതിനേക്കാൾ ഉത്തമന്മാരാന്നാണ് പറയുന്നത്. പക്ഷെ തെസ്സലോനിക്കക്കാരുടെ ക്വാളിറ്റി എന്താണെന്ന് 1 തെസ്സലോനി 2:13 പൗലോസ് ഉറക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ